ഹലോ ഫ്രണ്ട്സ്, ഈ വർഷം വിഷു റിലീസായിട്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രധാനമായും 4 സിനിമകളായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. മമ്മൂക്കയുടെ ബസൂക്ക, അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി, നെസ്ലിൻ്റെ ആലപ്പുഴ ജിങ്കാന, ബേസിലിൻ്റെ മരണമാസ്. ഇതുകൂടാതെ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമയും നല്ല കളക്ഷനുമായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ട്. വിഷു സിനിമകളിൽ ബസൂക്കയും മരണമാസുമാണ് ഞാൻ ഇതുവരെ കണ്ടത്. എനിക്ക് രണ്ടും ഒരു വാച്ചബിളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചതും. ബസൂക്ക എല്ലാവർക്കും വർക്കാകുന്ന ടൈപ്പ് ഒരു സിനിമയായിട്ട് തോന്നിയില്ല. ചില ലോജിക്കൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഗെയിം ത്രില്ലർ എന്ന ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റും ക്ലൈമാക്സിലെ മമ്മൂക്കയുടെ കുറച്ച് സംഭവങ്ങളും സ്റ്റൈലിഷ് സീനുകളും ഒക്കെ സിനിമയെ വാച്ചബിളാക്കി മാറ്റുന്നുണ്ട്. മരണമാസ് ഫാമിലിയും ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു ചെറിയ സിനിമയാണ്. ഒരു രാത്രി നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. നിങ്ങൾ താല്പര്യമുള്ള സിനിമ കാണുക. ഏപ്രിൽ 10-ന് റിലീസായ 4 സിനിമകളുടെയും 3 ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലെ കളക്ഷൻ നമുക്ക് നോക്കാം. ബേസിൽ പ്രധാന വേഷത്തിലെത്തിയ കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു മരണമാസ്. ചിത്രം കേരളത്തിൽ നിന്ന് 4,21,00,000 രൂപയാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. തല അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്തൊരുക്കിയ മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി. ചിത്രം 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 62 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 1,80,00,000 രൂപയും ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 75,35,00,000 രൂപയും ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന് 37,15,00,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 112,50,00,000 രൂപയാണ് സിനിമയുടെ ഇതുവരെയുള്ള, അതായത് 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഏറെ കാലത്തിന് ശേഷം കൂടുതൽ പേരെ തൃപ്തിപ്പെടുത്തിയ അജിത് സിനിമ കൂടിയാണ് ഗുഡ് ബാഡ് അഗ്ലി. അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. നെസ്ലിൻ പ്രധാന വേഷത്തിലെത്തിയ കോമഡി സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന സിനിമയായിരുന്നു ആലപ്പുഴ ജിങ്കാന. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മറ്റ് 2 മലയാള സിനിമയെക്കാട്ടിലും കുറച്ചുകൂടി നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ചിത്രം കേരളത്തിൽ നിന്ന് 8,67,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 10,30,00,000-ഉം ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 3,70,00,000 രൂപയുമാണ്. 14 കോടി രൂപയാണ് സിനിമയുടെ ടോട്ടൽ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. മമ്മൂക്ക നായകനായെത്തിയ ഗെയിം ത്രില്ലർ സിനിമയായിരുന്നു ബസൂക്ക. ഇന്ത്യയിൽ നിന്ന് 8,45,00,000-ഉം ഓവർസീസിൽ നിന്ന് 6,05,00,000-ഉം നേടിയ സിനിമയുടെ 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 14,50,00,000 രൂപയാണ്. ബസൂക്ക, ജിങ്കാന ഈ 2 സിനിമകളുടെയും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷനുകൾ പുറത്തു വരേണ്ടതുണ്ട്. കേരള കളക്ഷനിൽ ബസൂക്കയെ ജിങ്കാന തകർക്കുമെന്നത് കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇന്നത്തെ ബുക്കിങ്ങിലൊക്കെ ബസൂക്കയേക്കാൾ ജിങ്കാനയായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. വിഷു ചിത്രങ്ങളിൽ ജിങ്കാന തന്നെയാകും ഫൈനൽ കളക്ഷനിൽ മുന്നിലെത്തുന്നത്. ലാലേട്ടൻ്റെ എമ്പുരാൻ സിനിമയുടെ 15 ദിവസത്തെ കളക്ഷൻ കൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് 84,80,00,000 രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 262,20,00,000 രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. മറ്റ് സിനിമകൾ തിയേറ്ററിൽ എത്തിയെങ്കിലും ഇപ്പോഴും എമ്പുരാന് നല്ല ബുക്കിങ്ങും കളക്ഷനും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിഷു റിലീസായി എത്തിയ സിനിമകളിൽ നിങ്ങൾ കണ്ട സിനിമകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.